നമസ്കാരം. അപ്പൊ കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു, അത് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു, വെള്ളം കുറഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞു. ഇനി കുഞ്ഞിന് ചുറ്റും ഉണ്ടാകുന്ന വെള്ളം കൂടിയ അവസ്ഥയുണ്ട്, അതിനെയാണ് പോളിഹൈഡ്രാനിയോസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വെള്ളം കൂടിയാലും അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു നേരത്തെ, വെള്ളം കുറഞ്ഞാലും ബുദ്ധിമുട്ടാണ്, വെള്ളം കൂടിയാലും ഒരുപാട് കൂടിയാലും ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതെങ്ങനെ നമ്മൾ ഡയഗ്നോസ് ചെയ്യും? സ്കാൻ ചെയ്യുമ്പോൾ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് 25 മേലെയാണെങ്കിൽ, 25 കൂടുതലാണെങ്കിൽ, AFI 25 കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ സിംഗിൾ ഡീപ്പസ്റ്റ് പോക്കറ്റ്, അതായത് സിംഗിൾ പോക്കറ്റ് മെഷർ ചെയ്യുമ്പോൾ 8 കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ പോളിഹൈഡ്രാനിയോസ് അഥവാ വെള്ളം കൂടുതലാണ് എന്ന് പറയും. അപ്പോൾ ഇതിനെ നമുക്ക് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന് 3 കാറ്റഗറിയിലേക്ക് തിരിക്കാം. സിവിയർ പോളിഹൈഡ്രാനിയോസ് ഒക്കെ വളരെ കുറവാണ്. ഏകദേശം 1-2% പേർക്കേ നമ്മൾ പോളിഹൈഡ്രാനിയോസ് കാണാറുള്ളൂ. അതായത് 100 പേരെടുത്താൽ അതിൽ 1-2 പേർക്ക് വെള്ളം കൂടുതലായിട്ട് കാണാറുള്ളൂ എന്നുള്ളതാണ്. അതിൽ മൈൽഡ് എന്ന് പറയുമ്പോൾ 8 മുതൽ 12 വരെ ആയിരിക്കും സിംഗിൾ ഡീപ്പസ്റ്റ് പോക്കറ്റ്. മോഡറേറ്റ് എന്ന് പറയുമ്പോൾ 12 മുതൽ 15 വരെ ആയിരിക്കും. ഇനി 15 മേലെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സിവിയർ പോളിഹൈഡ്രാനിയോസ് ആയിട്ടാണ് പറയുന്നത്. അപ്പം സിവിയർ പോളിഹൈഡ്രാനിയോസ് ഒക്കെ വളരെ റയർ ആയിട്ടേ കാണാറുള്ളൂ ഇപ്പോൾ. കാരണം നമ്മളിപ്പോ കുഞ്ഞിനുണ്ടാകുന്ന അംഗവൈകല്യങ്ങളോ അല്ലെങ്കിൽ കുഞ്ഞിനുണ്ടാകുന്ന ക്രോമസോമൽ അബ്നോർമാലിറ്റീസ്, ജനിതകപരമായ പ്രശ്നങ്ങളോ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുന്നു എന്നുള്ളത് തന്നെ അതിനൊരു കാരണമാണ്. പിന്നെ ഇനി ഈ വെള്ളം കൂടുന്നതിനുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള റീസൺ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇഡിയോപ്പതിക്, അതായത് കാരണങ്ങളൊന്നും തന്നെ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതാണ് അതിന്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്, അമ്മയ്ക്ക് ഡയബറ്റിസ് അഥവാ അമ്മയ്ക്ക് ഷുഗർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം കൂടാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് അൺകൺട്രോൾഡ് ഡയബറ്റിസ് ആണെങ്കിൽ, ഡയബറ്റിസ് പ്രോപ്പർലി കൺട്രോൾഡ് അല്ല എന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ചുറ്റുമുള്ള വെള്ളം, കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം അമ്മയ്ക്കുള്ളിൽ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അമ്മയ്ക്ക് ബോഡിയിൽ ഷുഗർ കൂടുമ്പോൾ അതിനനുസരിച്ച് കുഞ്ഞിന്റെ ബോഡിയിൽ ഷുഗർ കൂടും. അപ്പോൾ സാധാരണ നമുക്കറിയാം, ഷുഗർ കൂടുതലുള്ളവർക്ക് കൂടുതലായിട്ട് മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതിന് നമ്മൾ പോളിയൂറിയ എന്നാണ് പറയുന്നത്. സെയിം രീതിയിൽ കുഞ്ഞിന് ഷുഗർ ബോഡിയിൽ കൂടുമ്പോൾ കുഞ്ഞിന് കൂടുതൽ മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അത് കാരണം മൂത്രം കൂടുമ്പോഴത്തേക്കിന് കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം കൂടും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന 2 കാരണങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ, ഒന്നുകിൽ ഞാൻ പറഞ്ഞു കുഞ്ഞ് മൂത്രം ഒഴിക്കുന്ന വഴിയാണ് കൂടുതലായിട്ട് കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം വരിക. അപ്പൊ ഒന്നുകിൽ കുഞ്ഞ് വിഴുങ്ങുന്നതിനെ ബാധിക്കുന്നു, അതായത് കുഞ്ഞ് ഉള്ളിലേക്ക് വെള്ളം എടുക്കുന്നത്, തിരിച്ചു പോകുന്ന വെള്ളം ഉള്ളിലേക്ക് വിഴുങ്ങുന്നത് വഴിയാണ്. അതിന് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുന്നു, അത് കാരണം കുഞ്ഞ് വിഴുങ്ങാത്തത് കാരണം വെള്ളം കൂടുതൽ വരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞ് വെള്ളം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പൊ കുഞ്ഞിന്റെ വെള്ളം വിഴുങ്ങുന്നതിനെ തടയുന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞിന്റെ അന്നനാളിയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ചുരുക്കങ്ങൾ അല്ലെങ്കിൽ ബ്ലോക്കുകൾ, അപ്പർ GI ഒബ്സ്ട്രക്ഷൻസ് ആണ് മെയിൻ കാരണം പറയാം. അതിപ്പോ ചെറുകുടലിൽ ഉണ്ടാകുന്ന ചുരുക്കങ്ങളാകാം, അല്ലെങ്കിൽ കുഞ്ഞിന്റെ വയറിൽ ഉണ്ടാകുന്ന ചുരുക്കങ്ങളാകാം. അത് കാരണം കുഞ്ഞ് വിഴുങ്ങുന്ന കുറവായിരിക്കാം. അത് കാരണം വെള്ളം കൂടുതലായിട്ട് വരാം. ഇല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും ജനിതകപരമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അംഗവൈകല്യങ്ങളോ ഉണ്ടെങ്കിൽ വെള്ളം കൂടുതലായിട്ട് ഉണ്ടാകാം. അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പും കുഞ്ഞിന്റെ ബ്ലഡ് ഗ്രൂപ്പും, അമ്മ RH പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും കുഞ്ഞ് RH നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും ആയിട്ട് വരികയാണ്. അമ്മ ഐസോ ഇമ്മ്യൂണൈസ്ഡ് ആണ്, അതായത് ആന്റി-D എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ നേരത്തെ പ്രഗ്നൻസിയിൽ എടുക്കാത്ത അമ്മയാണ്. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം കൂടുതലായിട്ട് വരാവുന്നതാണ്. അതിന് നമ്മൾ ഹൈഡ്രോപ്സ് എന്നാണ് പറയുക. കുഞ്ഞിന് നീരും ഉണ്ടാവും, കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് പോളിഹൈഡ്രാനിയോസ് ഉണ്ടാവും. പിന്നെ അതല്ലാതെ അമ്മയ്ക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ, പാർവോ വൈറസ് പോലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ, അതായത് തലയോട്ടി ഇല്ലാത്തൊരവസ്ഥ, അനൻകെഫാലി പോലുള്ള അവസ്ഥ, നട്ടലിലെ സ്പൈന ബിഫിഡ പോലെയുള്ള അവസ്ഥ, അങ്ങനത്തെ അംഗവൈകല്യങ്ങൾ ഉണ്ടെങ്കിലും ഒരുപാട് വെള്ളം പ്രൊഡ്യൂസ് ചെയ്യാനും അത് കാരണം പോളിഹൈഡ്രാനിയോസ് വരാനുള്ള കാരണമുണ്ടെന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ വെള്ളം കൂടിയാൽ ഉണ്ടാവുക? വെള്ളം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, അമ്മയ്ക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും, ശ്വാസം മുട്ടലുണ്ടാകും. നേരത്തെ തന്നെ വെള്ളം പൊട്ടിപ്പോവാനുള്ള സാധ്യത ഉണ്ടാകും. അത് കാരണം നേരത്തെ ഡെലിവറി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും. ഇപ്പോ വെള്ളം പൊട്ടിപ്പോകുമ്പോൾ, അതായത് സഡൻ ആയിട്ട് ഇത്രയും ടെൻസ് ആയിട്ടിരിക്കുന്ന ഒരു വെള്ളം പൊട്ടിപ്പോകുമ്പോൾ പെട്ടെന്ന് തന്നെ പ്ലാസന്റ പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ചെയ്ത് പോകാനും അത് കാരണം സിവിയർ ആയിട്ടുള്ള ബ്ലീഡിങ് ആവാനും കുഞ്ഞുള്ളി വെച്ച് മരിച്ചു പോകാനുള്ള കാരണം ഉണ്ടാകാം. അതിന് നമ്മൾ പ്ലാസന്റൽ അബ്രപ്ഷൻ എന്നാണ് പറയുക. അത് ഈ സഡൻ ആയിട്ടുള്ള ഫോഴ്സിൽ വെള്ളം പൊട്ടിപ്പോകുന്ന കാരണം വരുന്നതാണ്. അപ്പോൾ അത് അങ്ങനെ പ്ലാസന്റൽ അബ്രപ്ഷൻ ഉണ്ടാകാം. അമ്മയ്ക്ക് സിസേറിയൻ ഡെലിവറിക്കുള്ള ചാൻസ് കൂടുതലാണ്. കാരണം പെട്ടെന്ന് വെള്ളം പൊട്ടിപ്പോകുന്ന ഒരു റീസൺ, അബ്രപ്ഷൻ ആവുന്ന ഒരു റീസൺ, ഇല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ പൊസിഷൻ മാറിയിരിക്കാം. അത് കാരണം സിസേറിയൻ സെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഡെലിവറിക്ക് ട്രൈ ചെയ്യുകയാണെങ്കിലും ഡെലിവറി ഡിലേഡ് ആവാം. കാരണം വെള്ളം കൂടുതൽ ഇരിക്കുന്നിടത്തോളം കുഞ്ഞിന്റെ തല വന്ന് താഴെ പ്രസ് ചെയ്യാതിരിക്കുകയും
അത് കാരണം താഴ്ഭാഗത്ത് വികസനം വരാതിരിക്കുകയും ചെയ്യാം. അങ്ങനെ കുഞ്ഞിന് ഡെലിവറിക്കാണെങ്കിലും ഡെലിവറിക്ക് സമയം ഒരുപാട് എടുത്തുനിന്ന് വരാം. ഇനി ഡെലിവറി കഴിഞ്ഞാണെങ്കിലും അമ്മയ്ക്ക് ബ്ലീഡിങ് കൂടുതലാണ്, യൂട്രസ് ചുരുങ്ങാത്തത് കാരണം യൂട്രസ് ഓവർ ഡിസ്റ്റൻഡഡ് ആയിട്ട് ഇരുന്നിട്ട് യൂട്രസ് പിന്നെ ചുരുങ്ങാത്തത് കാരണം അമ്മയ്ക്ക് ബ്ലീഡിങ് കൂടുതൽ വരാനും സാധ്യതയുണ്ട് ഡെലിവറി കഴിഞ്ഞിട്ട്. പിന്നെ ഇനി കുഞ്ഞിന്റെ ഭാഗത്താണെങ്കിലോ കുഞ്ഞിന് അംഗവൈകല്യങ്ങൾ ഉണ്ടാകാം, ഞാൻ പറഞ്ഞു അതൊരു കാരണമാണ്. പിന്നെ കുഞ്ഞിന് ജനിതകപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം, അതും ഒരു കാരണമാണ്. പിന്നെ കോട്ട് പ്രൊലാപ്സ്, അതായത് പെട്ടെന്ന് വെള്ളം പൊട്ടിപ്പോകുമ്പോൾ പൊക്കിൾ കൊടി പെട്ടെന്ന് പുറത്തേക്ക് ചാടിയിട്ട് അത് കാരണം ഉള്ളിൽ വെച്ച് തന്നെ കുഞ്ഞ് മരിച്ചു പോകാൻ ഒരു മെയിൻ കാരണമാണ് കോട്ട് പ്രൊലാപ്സ് വന്നാൽ. അത് സഡൻ ആയിട്ടുള്ള ഡെത്ത് ആയിരിക്കും ബേബിക്ക് വരുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് വെള്ളം കൂടിയിരിക്കുമ്പോൾ കുഞ്ഞിന്റെ തലയായിരിക്കണം താഴ്ഭാഗത്തിരിക്കണം എന്നില്ല. അത് കാരണം മാൽ പ്രസന്റേഷൻസ് കൂടുതലാണ്. വെള്ളം കൂടിയിരിക്കുമ്പോൾ കുഞ്ഞ് കുറുകെ കിടക്കാനും കുഞ്ഞ് തലതിരിഞ്ഞ് കിടക്കാനും ഒക്കെ ചാൻസ് കൂടുതലാണ്. അപ്പൊ വെള്ളം പൊട്ടുമ്പോൾ തല അവിടെ ഇരിക്കാത്തത് കാരണം പെട്ടെന്ന് പൊക്കിൾ കൊടി ചാടി പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. മാൽ പ്രസന്റേഷൻസും മാൽ പൊസിഷൻസും അങ്ങനത് കാരണം ബേബിക്ക് അബ്നോമാലിറ്റീസും ഒക്കെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ കോംപ്ലിക്കേഷൻസ്. ഇനി ഇതെങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും ചോദിച്ചാൽ, മൈൽഡ് ടു മോഡറേറ്റ് പോളിഹൈഡ്രാമിയോസ് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ തന്നെ ത്രൂ ഔട്ട് ഡെലിവറി പോകും. നമുക്കൊരു 37 വീക്സ് ഒക്കെ കഴിയുമ്പോൾ അമ്മേനെ ഡെലിവറി ചെയ്യിപ്പിക്കാവുന്നതാണ്. അല്ല സിവിയർ പോളിഹൈഡ്രാമിയോസ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് വെള്ളം കുത്തിയെടുത്ത് അതിൽ നിന്ന് കുറയ്ക്കേണ്ടി വരും. അതിനെ അമ്നിയോ റിഡക്ഷൻ എന്നാണ് പറയുന്നത്. അത് അങ്ങനെ അത്രയും സിവിയർ ആണ്, അമ്മയ്ക്ക് ശ്വാസം മുട്ടലാണ്, അമ്മയ്ക്ക് ആ പ്രഗ്നൻസി ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ലെവൽ വരുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നേരത്തെ തന്നെ നമ്മൾ കുഞ്ഞിന് അംഗവൈകല്യങ്ങളോ അല്ലെങ്കിൽ ജനിതകപരമായ പ്രശ്നങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാരണം പോളിഹൈഡ്രാമിയോസ് വരാം. അത് നമുക്ക് നേരത്തെ തന്നെ ടെർമിനേഷൻ അമ്മയ്ക്ക് ഓഫർ ചെയ്യാം എന്നുള്ളതാണ്. അതായത് പ്രഗ്നൻസി ആ സ്ഥലത്ത് വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ, അമ്മയ്ക്ക് ഷുഗർ ഉണ്ടെങ്കിൽ അത് വെൽ കൺട്രോൾഡ് ആക്കി വെക്കുക. കൺട്രോൾഡ് അല്ല എന്നുണ്ടെങ്കിൽ യൂറിൻ പ്രൊഡക്ഷൻ കൂടാം, അത് കാരണം വെള്ളം കൂടാം എന്നുള്ളതാണ്. അപ്പോൾ അത് കാരണം ചെയ്യാം. അതിന് നമ്മൾ വെള്ളം കുത്തിയെടുത്ത് മാറ്റുന്നതിന് അമ്നിയോ റിഡക്ഷൻ എന്നാണ് പറയുക. സിറിഞ്ച് വഴി സ്കാൻ ചെയ്ത് വെള്ളം കുത്തിയെടുത്ത് കുറേശ്ശെ കുറയ്ക്കാം. അത് കാരണം അമ്മയുടെ സിംറ്റംസ് കുറയ്ക്കുക എന്നുള്ളതാണ്. സിവിയർ പോളിഹൈഡ്രാമിയോസിന് നമ്മൾ സാധാരണ 34 ആഴ്ചയിലാണ് ഡെലിവറി പറയുക. ആ സമയത്ത് നമ്മൾ ഡെലിവറി ചെയ്യിപ്പിക്കും. കാരണം അത് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും കൂടും എന്നുള്ളൊരു പ്രശ്നം അമ്മയ്ക്ക് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ മിക്കവാറും കേസുകളിൽ നമ്മൾ ആ സമയത്തോടു കൂടി തന്നെ വെള്ളം സിവിയർ ആണെങ്കിൽ വെള്ളം തന്നെ പൊട്ടിപ്പോവാം എന്നുള്ളൊരു റിസ്ക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 34 ആഴ്ചയിൽ ഡെലിവറി ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. നന്ദി, നമസ്കാരം.